വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് മാധ്യമപ്രവർത്തനത്തിന് ശേഷം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടും അന്നത്തെ വീണ കുര്യാക്കോസ്, ഇന്നത്തെ വീണ ജോർജ് ഇപ്പോഴും അഭിനയം കൈവിട്ടു പോയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. അവിടെ ആ സമരത്തിൻ്റെ വിഷ്വലുകൾ നിങ്ങളുടെ തന്നെയായ മാധ്യമങ്ങളിൽ വന്ന വിഷ്വലുകൾ തന്നെയാണ് ഞങ്ങളെല്ലാം കണ്ടതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പ്രതിഷേധവുമായി കടന്നു വന്ന KSU പ്രവർത്തകർ ഒരാൾ പോലും മന്ത്രിയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടില്ല. പ്രതിഷേധവുമായി കടന്നു വന്ന വിരലിലെണ്ണാവുന്ന KSUക്കാരെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഘം ചേർന്ന് പിടിച്ചു വെക്കുന്ന കാഴ്ച നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേസമയം തന്നെ മറ്റൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇതേ മന്ത്രിയെയും തടഞ്ഞു വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആരാണ് ആക്രമിക്കാൻ പോയത്? KSUക്കാരാണോ മന്ത്രിയാണോ? KSUക്കാർ അവിടെ പ്രതിഷേധവുമായിട്ടാണ് കടന്നു വന്നത്. എന്നാൽ മന്ത്രി അവിടെ പ്രതിഷേധവുമായി കടന്നു വന്ന ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചാൽ രക്ഷാസേന എന്ന് പറയുന്ന ഒരു സംഘം ഇറങ്ങി കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുന്ന ആളുകളെ ആക്രമിക്കും. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചാൽ അവർ തന്നെ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ തെറി വിളിക്കും. ഇതെന്തൊരു കഷ്ടമാണ്! ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു മന്ത്രി ഇത്തരത്തിലാണോ പെരുമാറേണ്ടത്? ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുമ്പോൾ മന്ത്രിയുടെ വാഹനം സമരക്കാർക്ക് അടുത്തെത്തുമ്പോൾ മന്ത്രി തന്നെ വാഹനത്തിൻ്റെ ചില്ല് താഴ്ത്തുകയാണ്. എന്നിട്ട് സമരത്തിന് വന്നു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധവുമായി കടന്നു വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. നീയൊക്കെ ആരടാ എന്നാണ് ഒരു മന്ത്രി കാറിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത്. ഒരു വലിയ സന്നാഹം പോലീസിന്റെ മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു മന്ത്രി വിളിച്ചു പോകുമ്പോൾ മന്ത്രിക്ക് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ലഭിക്കുന്ന ഒരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിൽ നിന്നുകൊണ്ട് മന്ത്രി ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പോരായ്മകൾ സംഭവിച്ചതുകൊണ്ടാണ് അവർക്കെതിരെ പ്രതിഷേധിക്കേണ്ടതായ സാഹചര്യം വന്നത്. ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധം കേരളത്തിനകത്ത് ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഈ മന്ത്രിയെ ഒന്ന് ഗുണദോഷിക്കണം. പ്രതിഷേധവുമായി കടന്നു വരുന്നത് ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രതിഷേധിക്കാൻ വരുന്നവരെ തെറി വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ചാടി ഇറങ്ങരുത് എന്ന് മന്ത്രിയെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി കൂടി DYFIക്കാരൻ ഒന്ന് തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥന കൂടി യൂത്ത് കോൺഗ്രസ് ഒന്ന് മുന്നോട്ട് വെക്കുകയാണ്. മന്ത്രി തന്നെ ആ പ്രതിഷേധക്കാരോട് ആക്രോശിക്കുകയാണ്. അവിടെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുമല്ലോ. എത്രയോ പോലീസുകാർക്കിടയിലാണ് മന്ത്രി നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റത്? ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാർ മന്ത്രിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്നാണ് മന്ത്രിക്ക് ഏതെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഒരു KSUക്കാരനും മന്ത്രിയെ പരിക്കേൽപ്പിച്ചിട്ടില്ല. നമ്മൾ 2 ദിവസം മുമ്പാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മോഹൻലാലും ചേർന്നുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടത്. 20 എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ കണ്ടത്. ആ 20 മലയാളത്തിൻ്റെ മഹാനടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഭിനയിച്ച് തോൽപ്പിക്കുകയാണ്. ഇന്ന് ആ മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി മറ്റൊരു അഭിനയത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഒരേ സമയം പ്രതിഷേധക്കാരെ കാണുമ്പോൾ ഇവർ തമിഴ് സിനിമയായ വിക്രമൻ്റെ സിനിമയിലെ പോലെ അന്യനെ പോലെ പെരുമാറും. പ്രതിഷേധക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇവർ അമ്പിയായി മാറും. യാരമ്മ നീങ്ക എന്ന് ഇവരെ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവരുടെ ഒരു പ്രകടനങ്ങളും പെരുമാറ്റങ്ങളൊക്കെ.